കർത്താവിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. കർത്താവ് സ്നേഹിക്കുന്ന, കർത്താവ് വിളിച്ച് ഈ തിരുവനന്തപുരത്തിൻ്റെ അടുക്കിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്നവരായ എല്ലാ ദൈവമക്കൾക്കും ക്രിസ്തുയേശുവിൽ എൻ്റെ എളിയ സ്നേഹവന്ദനം. 2 ദിനവൃത്താന്ത പുസ്തകം 30-ാം അധ്യായം അതിൻ്റെ 26-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. അങ്ങനെ യെരുശലേമിൽ മഹാസന്തോഷമുണ്ടായി. ഇസ്രായേൽ രാജാവായ ദാവീദിന്റെ മകൻ ശലോമോന്റെ കാലം മുതൽ ഇതുപോലെ യെരുശലേമിൽ സംഭവിച്ചിട്ടില്ല. വളരെ വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു വലിയ സന്തോഷമുണ്ടാകുന്നത്. ഇന്ന് ഈ തിരുവചനം കേൾക്കുന്ന നിങ്ങളോട് ഈ പ്രാരംഭ സമയം തന്നെ ഞാൻ ഒരാശംസയായി, ഒരു പ്രാർത്ഥനയായി, ഒരാഹ്വാനമായി അറിയിക്കുന്നത്, നാളുകളായി സന്തോഷം നഷ്ടപ്പെട്ട് ഒന്ന് സന്തോഷിക്കാൻ കഴിയാതെ നിരാശപ്പെട്ടും ഭാരപ്പെട്ടും തളർന്നും വലഞ്ഞും ക്ഷീണിച്ചും തലങ്കുമ്പിട്ടും സന്തോഷം പോയിപ്പോയിരിക്കുന്ന ചില ദൈവമക്കളുടെ ജീവിതത്തിൽ ഇന്ന് മഹാസന്തോഷമുണ്ടാകാൻ ഇടയാകും. കർത്താവിന് സ്തോത്രം. നിങ്ങൾ ഈ തിരുവചനം ശ്രദ്ധയോടെ കേൾക്കൂ. കർത്താവിൻ്റെ വചനം സന്തോഷം തരുന്നതാണ്, പോരാ മഹാസന്തോഷം തരുന്നതാണ്. കർത്താവിന് സ്തോത്രം. ഭൂമിയിലെ പല കാര്യങ്ങളും നമുക്ക് സന്തോഷം തരും, പക്ഷേ മഹാസന്തോഷം തരാൻ യേശുവിന് മാത്രമേ കഴിയൂ. ദൈവത്തിന് സ്തോത്രം. യെരുശലേമിൽ മുഴുവൻ ജനവും സന്തോഷിച്ചു എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അതിൻ്റെ കാരണം എന്താണ്? നാം വായിക്കുമ്പോൾ കർത്താവിന് സ്തോത്രം, ഹിസ്കിയ രാജാവ്, ഇസ്രായേലിനുമാണ് ഹിസ്കിയ രാജാവ് പെസഹ ആചരിക്കേണ്ടതിന് നാടെമ്പാടുമുള്ള യഹൂദ ജനം, ദൈവത്തിൻ്റെ ജനം യെരുശലേമിൽ വന്നുകൂടണമെന്ന് ഒരു വിളംബരം പുറപ്പെടുവിച്ചു. ആ വിളംബരം കേട്ടിട്ട് അനേകായിരങ്ങൾ ഈ രാജാവിൻ്റെ കൽപ്പന കേട്ട് യെരുശലേമിൽ വന്നുകൂടി. അതൊരു നല്ല ലക്ഷണമായിരുന്നു. അനന്തരം 1-ാമത്തെ വാക്യം നാം വായിക്കുമ്പോൾ അങ്ങനെ കാണുന്നു, 30-1. അനന്തരം ഹിസ്കിയാവ് ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയ്ക്ക് പെസഹ ആചരിക്കേണ്ടതിന് യെരുശലേമിൽ യഹോവയുടെ ആലയത്തിലേക്ക് വരുവാൻ എല്ലാ ഇസ്രായേലിൻ്റെയും യഹൂദരെയും അടുക്കൽ ആളയച്ചു. ആലയത്തിലേക്ക് വരുവാൻ ഒരു രാജാവ് കൽപ്പന പുറപ്പെടുവിച്ചു. അത് വളരെ ശ്രേഷ്ഠമാണ്. ഒരു രാജ്യത്തെ ഭരിക്കുന്ന രാജാവ് ദൈവത്തെ ആരാധിക്കാൻ ജനം മുഴുവൻ ആലയത്തിലേക്ക് വരണമെന്ന് കൽപ്പിക്കുക, പറയുക, നിർദ്ദേശിക്കുക, ആഹ്വാനം ചെയ്യുക, അതെല്ലാം ശ്രേഷ്ഠകരമായ ചില അനുഭവങ്ങളാണ്. കാരണം അനേകം രാജാക്കന്മാരും ദൈവത്തെ എതിർക്കുകയും സുവിശേഷത്തെ എതിർക്കുകയും അനേകം ഭരണാധികാരികൾ ഈ ജീവനുള്ള ദൈവത്തിൻ്റെ വചനമാകുന്ന സുവിശേഷം അത് നിർമ്മാർജ്ജനം ചെയ്യുവാൻ, തുടച്ചു നീക്കുവാൻ പരിശ്രമിക്കുകയും ചെയ്യുമ്പോൾ ഇവിടെ ഇത് ഈ ഹിസ്കിയ രാജാവ് ആലയത്തിലേക്ക് ജനം മുഴുവൻ വരണമെന്ന് കൽപ്പിക്കുകയാണ്. ജനം വന്നു, അനേകർ വന്നു, ലേവ്യര് വന്നു, ഓരോ ഗോത്രങ്ങളിൽ നിന്നും ആയിരക്കണക്കിന് ജനങ്ങൾ വന്നു തടിച്ചുകൂടി. 20-ാമത്തെ വാക്യം വായിക്കുമ്പോൾ യഹോവ ഹിസ്കിയാവിൻ്റെ പ്രാർത്ഥന കേട്ട് ജനത്തെ സൗഖ്യമാക്കി. ആലയത്തിൽ വന്നു, ഹിസ്കിയ രാജാവ് ദൈവത്തോട് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന മൂലം സൗഖ്യം കിട്ടി, സന്തോഷം കിട്ടി, സമാധാനം കിട്ടി, അവർക്ക് വലിയ ആനന്ദം കിട്ടി. അതേ പ്രിയപ്പെട്ടവരെ, നാം ആലയത്തിലേക്ക് വരുമ്പോൾ, നാം ആരാധിക്കാനായി വരുമ്പോൾ, നാം വചനം ധ്യാനിക്കാൻ വരുമ്പോൾ, ദൈവ സാന്നിധ്യത്തിലിരിക്കാൻ വരുമ്പോൾ നമുക്ക് വലിയ ആനന്ദം കിട്ടും. കോരഗോത്രന്മാർ പറഞ്ഞു, ദുഷ്ടന്മാരുടെ കൂടാരങ്ങളിൽ പാർക്കുന്നതിനേക്കാൾ എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിൽ വാതിൽക്കാവൽക്കാനായിരിക്കുന്നത് എനിക്ക് ഏറെ ഇഷ്ടമെന്ന്. സ്തോത്രം. ആലയത്തിലേക്ക് വരിക, ആലയത്തിലെ നന്മ കൊണ്ട് പുഷ്ടി പ്രാപിക്കുക എന്നൊരു തിരുവചനമുണ്ട്. സ്തോത്രം. ആലയത്തിൽ വരുമ്പോൾ ഒരു നന്മയുണ്ട് പ്രിയരെ. ആലയത്തിൽ ഒന്ന് ആരാധിക്കുമ്പോൾ അതിന് പിന്നിൽ ഒരു ദൈവിക നന്മയുടെ വാഗ്ദത്തം കിടക്കുന്നുണ്ട്. ആലയത്തിലെ നന്മ കൊണ്ട് ഞാൻ പുഷ്ടി വരുത്തും. സ്തോത്രം. നമുക്ക് ദൈവത്തെ ആരാധിക്കാൻ താല്പര്യമുണ്ടോ? അതോ ആരാധന നടക്കുമ്പോൾ നാം ഏതെങ്കിലും സാഹചര്യങ്ങൾ പറഞ്ഞ് ഒഴിവൊഴിവ് പറഞ്ഞ് നാം മാറി നിൽക്കുന്നവരാണ്? ദൈവത്തിൻ്റെ വചനം പറയുന്നു, ചിലർ ചെയ്യുന്നത് പോലെ നമ്മുടെ സഭായോഗങ്ങളെ മുടക്കാതെ നാൾ സമീപിക്കുന്നത് കാണുന്തോറും അത് അധികമധികമായി ചെയ്യേണ്ടതാകുന്നു. മുടക്കരുത്. ഏതെങ്കിലും നിർവാഹം ഉണ്ടെങ്കിൽ
നാം ദൈവത്തെ ആരാധിക്കാൻ ആലയത്തിലേക്ക് വരണം. കർത്താവിന് സ്തോത്രം. ദൈവമക്കൾ ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കുമ്പോൾ, കർത്താവിനെ പാടി സ്തുതിക്കുമ്പോൾ, ദൈവവചനം ധ്യാനിക്കുമ്പോൾ, ഒരുമിച്ച് ഒരു മനമായി ദൈവസന്നിധിയിൽ കൂടി വരുമ്പോൾ ദൈവ സാന്നിധ്യം അവരുടെ മധ്യത്തിൽ ഇറങ്ങി വരികയും ആ സാന്നിധ്യം അനേകരെ കുളിർപ്പിക്കുകയും സന്തോഷിപ്പിക്കുകയും ആനന്ദിക്കുകയും സൗഖ്യമാക്കുകയും ചില ബന്ധനങ്ങൾ അഴിച്ചു കളയും, ചിലർക്ക് സ്വാതന്ത്ര്യം നൽകുകയും ചെയ്യുന്നു. ആരാധന. ഹിസ്കിയ രാജാവ് പറഞ്ഞു, നിങ്ങൾ എല്ലാവരും ആലയത്തിലേക്ക് വരണം, ദൈവത്തിൻ്റെ കൽപ്പനകൾ പ്രമാണിക്കണം, ദൈവവചനം ധ്യാനിക്കണം. അങ്ങനെ എല്ലാവരും ജനമെല്ലാം കടന്നു വന്നു. അപ്പോൾ ഹിസ്കിയ രാജാവ് പ്രാർത്ഥിച്ചു, ദൈവം പ്രാർത്ഥന കേട്ടു, ജനത്തെ സൗഖ്യമാക്കി. കർത്താവിന് സ്തോത്രം. അങ്ങനെ യെരൂശലേമിൽ വന്നുകൂടിയ ഇസ്രായേൽ മക്കൾ പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ ഉത്സവം 7 ദിവസം മഹാസന്തോഷത്തോടെ ആചരിച്ചു. സന്തോഷത്തോടെ ആയിരിക്കണം ആലയത്തിൽ വരേണ്ടത്. ദൈവദാസന്മാർ നിർബന്ധിച്ചിട്ടായിരിക്കരുത്, പരിഭവത്തോടെ ആയിരിക്കരുത്, പരാതിയോടെ ആയിരിക്കരുത്. മഹാസന്തോഷത്തോടെ വേണം, ഉത്സാഹത്തോടെ വേണം. ലേവ്യരും പുരോഹിതന്മാരും ഉച്ചനാദമുള്ള വാദ്യങ്ങളാൽ യഹോവയ്ക്ക് പാടി ദിനം പ്രതി യഹോവയെ സ്തുതിച്ചു. ആലയത്തിൽ വരിക മാത്രമല്ല, ചിലരുണ്ട് ആലയത്തിൽ വരും മൗനമായിരിക്കും. എന്തോ ധ്യാനത്തിൻ്റെ അഗാധതയിലേക്ക് ഇറങ്ങിയതുപോലെ ചുണ്ടനക്കുകയില്ല, കണ്ണു തുറക്കുകയില്ല, നാവ് ചലിപ്പിക്കുകയില്ല. അവർ ധ്യാന നിമഗ്നരായി ഇരിക്കും. അങ്ങനെ അല്ല പ്രിയരെ. നാം ആലയത്തിൽ വരുമ്പോൾ ഇവിടെ എന്താണ് ചെയ്തത്? 7 ദിവസം ലേവ്യരും പുരോഹിതന്മാരും ഉച്ചനാദമുള്ള വാദ്യങ്ങളാൽ, നല്ല ശബ്ദമുള്ള വാദ്യഘോഷങ്ങളാൽ യഹോവയ്ക്ക് പാടി ദിനം പ്രതി യഹോവയെ സ്തുതിച്ചു. ചിലർക്ക് സ്തുതി കേൾക്കുന്ന അലർജിയാണ്, ഹാലലുയ കേൾക്കുന്ന അലർജിയാണ്, അന്യഭാഷ കേൾക്കുന്നത് ഭയങ്കര അലർജിയായിട്ടുള്ള ഒത്തിരി പേരുണ്ട്. അവർ കളിയാക്കും. കാരണം പാവങ്ങൾ, അവർക്ക് ഇതിൻ്റെ മഹത്വം അറിയില്ല. ദൂതന്മാരുടെ ഭാഷയാണെന്ന് അവർക്കറിയില്ല. ദൈവസന്നിധിയിൽ വൻ കാര്യങ്ങളാണ് അവർ പ്രസ്താവിക്കുന്നത്, അവർക്കറിയില്ല. അവർ ദൈവത്തോടാണ് സംസാരിക്കുന്നവർക്കറിയില്ല. അന്യഭാഷ സംസാരിക്കുന്നത് തനിക്ക് തന്നെ ആത്മീയ വർധന വരുത്തുന്നു അറിയുന്നില്ല. അവർക്ക് അനുഭവമില്ലാത്തതുകൊണ്ട് അവർ എതിർക്കുന്നു, ദൈവത്തോടുത്ത ഭാഷയെ എതിർക്കുന്നു, സംശയിക്കുന്നു. അത് ദൈവത്തിൻ്റെ ഭാഷയല്ല, മറ്റെന്തോ നെഗറ്റീവായിട്ട് അവർ കാണുന്നു. അറിവില്ലാത്ത പാവങ്ങൾ. അതിനപ്പുറത്തേക്ക് നാം അവരെക്കുറിച്ച് ചിന്തിക്കേണ്ട. കർത്താവിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. നാം വിവിധ ഭാഷകളിൽ ദൈവത്തെ സ്തുതിക്കുമ്പോൾ നമ്മുടെ ആത്മാവിൽ വലിയൊരു ശക്തി ലഭിക്കുന്നു, വലിയൊരു ബലം ലഭിക്കുന്നു, വലിയ മർമ്മങ്ങൾ നമ്മുടെ നാവിലൂടെ കർത്താവ് പ്രസ്താവിക്കുന്നു. തീർച്ചയായിട്ടും വ്യാഖ്യാനിക്കണം. അത് ജനത്തിന് ആവശ്യമുള്ളത് വ്യാഖ്യാനിക്കാം. ദൈവത്തോട് താൻ തന്നെ പ്രാർത്ഥനയിൽ സംസാരിക്കുന്നത് അന്യഭാഷയിലൂടെയാണെങ്കിൽ മറ്റുള്ളവരോട് പറയേണ്ട ആവശ്യമില്ല. എന്നാൽ ജനത്തോട് പറയാൻ ദൈവം കൊടുത്തത് വിവിധ ഭാഷയിലൂടെ കിട്ടുമ്പോഴാണ് അത് വ്യാഖ്യാനിച്ച് ജനത്തെ അറിയിക്കേണ്ടത്. കർത്താവിന് സ്തോത്രം. അല്ലാതെ എല്ലാ അന്യഭാഷയിൽ സ്തുതിക്കുമ്പോൾ ജനത്തോട് പറയണമെന്നല്ല, വചനം അങ്ങനെ പറയുന്നില്ല. വ്യാഖ്യാനി ഇല്ലെങ്കിൽ അന്യഭാഷയുള്ളവൻ സഭയിൽ മിണ്ടാതിരിക്കട്ടെ എന്ന് പറയാൻ കാരണം, ജനത്തിന് ആവശ്യമുള്ള ദൂത് അത് അന്യഭാഷയിലൂടെ സംസാരിച്ച് അത് ജനത്തിന് മനസ്സിലാക്കി കൊടുക്കാൻ വ്യാഖ്യാനി വേണമെന്നുള്ളതാണ്. അല്ലാതെ എപ്പോഴും അന്യഭാഷ സംസാരിക്കുമ്പോൾ വ്യാഖ്യാനിക്കണമെന്നില്ല. അന്യഭാഷ സംസാരിക്കാൻ തനിക്ക് തന്നെ ആത്മീയ വർധന വരുത്തുന്നു, അത് മറ്റാരോടും വ്യാഖ്യാനിക്കേണ്ട ആവശ്യമില്ല. അദ്ദേഹം ദൈവത്തോട് നേരിട്ട് സംസാരിക്കുന്നു, അത് മറ്റാരോടും വ്യാഖ്യാനിക്കേണ്ട ആവശ്യമില്ല. തനിക്ക് തന്നെ ആത്മീയ വർധന വരുത്തുന്നത് മറ്റാരോടും സംസാരിക്കേണ്ട ആവശ്യമില്ല. പ്രിയപ്പെട്ടവരെ, മറ്റുള്ളവരെ അറിയിക്കുവാൻ ദൈവം കൊടുത്ത ചില ദൂതുകൾ അന്യഭാഷയിലൂടെ ഒരു മനുഷ്യൻ്റെ നാവിലൂടെ വരുമ്പോൾ അത് വ്യാഖ്യാനി അവിടെ ഇല്ലെങ്കിൽ അദ്ദേഹം അന്യഭാഷയിലൂടെ പറഞ്ഞാൽ മറ്റുള്ളവർക്ക് മനസ്സിലാകില്ല. അതാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. വ്യാഖ്യാനി ഇല്ലെങ്കിൽ അന്യഭാഷക്കാരൻ സഭയിൽ മിണ്ടാതിരിക്കട്ടെ എന്ന്. അതിന് അന്യഭാഷ വിവിധ തലങ്ങളിലുണ്ട്, വിവിധ കാര്യങ്ങൾക്കുണ്ട്. അതിനെക്കുറിച്ചൊന്നും മനസ്സിലാക്കാതെ വെറുതെ എതിർക്കുന്നവരുണ്ട്. പോകട്ടെ പ്രിയരെ, അത് ഇന്നത്തെ വിഷയമല്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. എന്നാൽ ഹിസ്കിയ രാജാവും ലേവ്യരും പുരോഹിതന്മാരും മഹാപുരോഹിതന്മാരും ജനത്തിലുള്ളവരും ജനത്തിലെ ശ്രേഷ്ഠന്മാരും എല്ലാവരും സർവ്വജനവും ചേർന്ന് ദൈവത്തെ വാഴ്ത്തി ആരാധിച്ചു, ദൈവത്തെ സ്തുതിച്ചു. ഹല്ലേലൂയ. ദൈവം ജനത്തിൻ്റെ പ്രാർത്ഥന കേട്ടു. അങ്ങനെ ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന് സ്തോത്രം. 22-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, ഹിസ്കിയാവ് യഹോവയുടെ ശുശ്രൂഷയിൽ സാമർത്ഥ്യം കാണിച്ച എല്ലാ ലേവ്യരോടും ഹൃദ്യമായി സംസാരിച്ചു. അവർ സമാധാന യാഗങ്ങൾ അർപ്പിച്ചും തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവയെ സ്തുതിച്ചും കൊണ്ട് 7 ദിവസം ഉത്സവം ഘോഷിച്ച് ഭക്ഷണം കഴിച്ചു.
ആരാധന ഉത്സവമാണ്. ഉത്സവം ആചരിക്കുന്ന പോലെയാണ് ആരാധിക്കുന്നത്. ചർച്ചിൽ വരുമ്പോൾ അരങ്ങാതെ ഇരിക്കുന്നതല്ല, ചലിക്കും. ഉത്സവം, അത് ആനന്ദത്തിൻ്റെ ഉത്സവമാണ്. അങ്ങനെ 7 ദിവസം അവർ ഉത്സവം ആചരിച്ചു. പക്ഷേ പിന്നെ 7 ദിവസം ഉത്സവം ആചരിപ്പാൻ സർവ്വസഭയും നിർണയിച്ചു. ആരാധന തുടങ്ങിയാൽ നിൽക്കുകയില്ല. ആരാധന പിന്നെ കൂടി. 7 ദിവസം തുടങ്ങിയിട്ട് പിന്നെ അടുത്ത 7 ദിവസം കൂടി. 7 ദിവസവും ഉത്സവം ആചരിപ്പാൻ സർവ്വസഭയും നിർണയിച്ചു. അങ്ങനെ അവർ വേറെ 7 ദിവസവും സന്തോഷത്തോടെ ആചരിച്ചു. കർത്താവിന്റെ സ്തോത്രം. ആലയത്തിലേക്ക് വരുമ്പോൾ പെട്ടെന്ന് പോകണമെന്നല്ല, സമയം മുന്നോട്ട് പോയി എന്നല്ല, എനിക്ക് ആരാധിക്കണം, മതിമറന്ന് കർത്താവിനെ സ്തുതിക്കണമെന്നുള്ള ചിന്ത. ഹല്ലേലൂയ, ദൈവത്തിൻ്റെ സ്തോത്രം. അതിൻ്റെ ഫലമായി എന്താണ് സംഭവിച്ചതെന്നറിയാമോ? ഹല്ലേലൂയ, ദൈവത്തിൻ്റെ സ്തോത്രം. അങ്ങനെ യെരൂശലേമിൽ മഹാസന്തോഷമുണ്ടായി. ഇസ്രായേൽ രാജാവായ ദാവീദിന്റെ മകൻ ശലോമോന്റെ കാലം മുതൽ ഇതുപോലെ യെരൂശലേമിൽ ഒരു മഹാസന്തോഷം ഉണ്ടായിട്ടില്ല. മകനെ, നിന്റെ ജീവിതത്തിൽ സന്തോഷം ലഭിക്കണമെങ്കിൽ നീ സത്യാരാധനയിലേക്ക് വരണം, ആലയത്തിലേക്ക് വരണം. മടി പിടിച്ച് വീട്ടിലിരുന്നാൽ പോരാ, നീ എവിടെയെങ്കിലുമൊക്കെ പോയാൽ പോരാ, സത്യാരാധനയുള്ള രംഗത്ത് പോകണം. സ്തുതിയെ അവഹേളിക്കുകയോ അന്യഭാഷയെ നിന്ദിക്കുകയോ ചെയ്യുന്ന സ്ഥലത്ത് പോയാൽ ആരാധന വെളിപ്പെടുകയില്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ആദരിക്കുകയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ റെസ്പെക്റ്റ് ചെയ്യുകയും ഓണർ ചെയ്യുകയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ വെൽക്കം ചെയ്യുകയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ റെസ്പെക്റ്റ് ചെയ്യുകയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ഫോളോ ചെയ്യുകയും ചെയ്യുന്ന രംഗത്തെ പരിശുദ്ധാത്മാവിൻ്റെ ആരാധന വെളിപ്പെടുകയുള്ളൂ. അങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ ആരാധന വെളിപ്പെടുന്ന രംഗത്ത് എന്നാൽ മകനെ, നിന്റെ മേൽ മഹാസന്തോഷം വരും. നാളുകളായി ചിരിച്ചിട്ടില്ലാത്ത മകനെ, മകളെ, നീ ചിരിക്കാനിടയാകും, നീ സന്തോഷിക്കാനിടയാകും. നിരാശപ്പെട്ട് തലകുമ്പിട്ട് മരിച്ചാൽ മതി എന്നോർത്തിരിക്കുന്ന എൻ്റെ പ്രിയ സഹോദരി, എൻ്റെ ജീവിതത്തിൽ മഹാസന്തോഷം കർത്താവ് തരും. ഒറ്റക്കാര്യം, ആരാധിക്കുക. ഹിസ്കിയ രാജാവ് ജനത്തെ കൂട്ടിവരുത്തി. അവർ 7 ദിവസം ദൈവത്തെ സ്തുതിച്ചു, ആരാധിച്ചു. അടുത്ത 7 ദിവസം കൂടി, അപ്പോൾ 14 ദിവസം അവർ ദൈവത്തെ ആരാധിച്ചു. യെരൂശലേമിൽ നിന്ന് മഹാസന്തോഷം ഉണ്ടായി. ശലോമോൻ രാജാവ് വാണകാലത്ത് പോലും ഇത്രയും സന്തോഷം ഉണ്ടായിട്ടില്ല. ശലോമോന്റെ കാലം മുതൽ അതുവരെ സന്തോഷം ഉണ്ടായിട്ടില്ല. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ പിതാക്കന്മാർ, നിങ്ങളുടെ തലമുറകൾ അനുഭവിക്കാത്ത സന്തോഷം മകനെ, യൗവനക്കാര, നിന്റെ ജീവിതത്തിൽ കർത്താവ് തരും. ഹല്ലേലൂയ. നിങ്ങളുടെ തലമുറകൾ അനുഭവിക്കാത്തത് ദൈവം നിന്റെ തലമേൽ തരും, നിന്റെ നാവിൽ തരും. നീ ആരാധനയോട് ഇഴുകിച്ചേരുക, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ആരാധനയിൽ ചേർന്ന് വരിക. ദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുക. അപ്പോൾ മഹാസന്തോഷം ഉണ്ടാകും. ആരാധനയിൽ മഹാസന്തോഷം. കർത്താവിന് സ്തോത്രം. നിങ്ങൾ ഓരോരുത്തരും ആരാധിക്കുക. ഫറവോനോട് മോശ മുഖാന്തരം ദൈവം സംസാരിച്ചത്, എന്നെ ആരാധിപ്പാൻ എൻ്റെ ജനത്തെ വിട്ടയക്കുക എന്നാണ്. ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നമ്മിൽ നിന്ന് ആരാധന പുറപ്പെടണം. നന്ദിയുടെയും സ്നേഹത്തിൻ്റെയും എളിമയുടെയും വിശുദ്ധിയുടെയും ആരാധന നമ്മിൽ നിന്ന് ഉയരണം. സത്യത്തിൻ്റെ ആരാധന ഉയരണം. അത് നമ്മിൽ നിന്ന് ഉയരുവാൻ നമ്മെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. കർത്താവേ, ഞാൻ ഇന്ന് മുതൽ അങ്ങേ ആരാധിക്കും. ഞാൻ ആരാധനയോട് ചേർന്ന് നിൽക്കും. ആരാധന എതിർക്കുകയല്ല, ഞാൻ ചേർന്ന് നിന്ന് കർത്താവിനെ ആരാധിക്കും. ഈ ഒരു സമർപ്പണം നിങ്ങൾക്കുണ്ടെങ്കിൽ ഇന്ന് സന്തോഷിക്കാം, ഇപ്പോൾ സന്തോഷിച്ച് തുടങ്ങാം. അതിന് കർത്താവ് ഇടയാക്കട്ടെ. ദൈവം നിങ്ങളേവരെയും അനുഗ്രഹിക്കട്ടെ. പ്രിയ സഹോദരീ സഹോദരങ്ങളെ, നിങ്ങൾക്ക് പ്രാർത്ഥനാ വിഷയങ്ങളോ മറ്റേതെങ്കിലും കാര്യങ്ങളോ ഞങ്ങളുമായി ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ തീർച്ചയായും താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളുമായി കോൺടാക്റ്റ് ചെയ്യുക. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. മാത്രമല്ല, ഞങ്ങൾ നിർദ്ദേശിക്കുന്നത് നിങ്ങൾ ഓരോരുത്തരും ഈ ദൈവത്തെ സ്വീകരിച്ച് ഈ രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്നതിന് ശേഷം നിങ്ങൾ ഒറ്റയ്ക്കൊറ്റയ്ക്ക് യേശുവിനോട് പ്രാർത്ഥിക്കൂ. നിങ്ങളുടെ പ്രാർത്ഥനയും കർത്താവ് കേൾക്കും. അതാണ് ശ്രേഷ്ഠ അനുഭവം. എങ്കിലും നിങ്ങൾക്ക് ഏതെങ്കിലും സാഹചര്യത്തിൽ ഒരു പ്രാർത്ഥന സഹായം വേണമെങ്കിൽ ഞങ്ങൾ വിളിക്കാം. തീർച്ചയായും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളേവരെയും നിറവടിയായി അനുഗ്രഹിക്കട്ടെ.